ഹലോ, ഇന്ന് ഡേ 5 ഇൻ ന്യൂസിലൻഡാണ്. നമ്മളിവിടെ ക്യൂൻസ് ടൗണിൽ നിന്നും നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് നമ്മൾ മിൽഫോർഡ് സൗണ്ടിലോട്ട് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ താമസിച്ച ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മിൽഫോർഡ് സൗണ്ട് ഒരു 4 മണിക്കൂറോളം ഡ്രൈവാണ്. പക്ഷേ ക്യൂൻസ് ടൗൺ ടു മിൽഫോർഡ് സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സീനിക് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ വ്യൂ പോയിൻറ്റ്സിലൊക്കെ ഇങ്ങനെ നിർത്തി പതുക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ക്യൂൻസ് ടൗൺ പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിറ്റി തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മൗണ്ടൻസും ലേക്സും ഒക്കെ ആയിട്ട് ഇതിൽ എവിടെ ഡ്രൈവ് ചെയ്താലും അത്രയും സീനിക്കാണ്. ഇത് ഡെവിൾ സ്റ്റെയർകേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ്. പണ്ടൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു. ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്നത് മൊത്തം മൗണ്ടൻസ് ആണല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ഡെവിൾ സ്റ്റെയർകേസ് എന്നുള്ള പേര് വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രൈവ്? മടുത്തോ? നമ്മൾ പോകുന്ന വഴി എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ അധികം ടൗണും കഫേയും ഒന്നുമില്ല കേട്ടോ. പോകുന്ന വഴി വിജനമായ റോഡാണെന്ന് പറയാം. വലിയ ട്രാഫിക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പും ചെറിയൊരു കഫേയും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ചുമ്മാ നിർത്തിയതാണ്. നല്ല രസമുള്ള ഡ്രൈവാണ്. പറയും പോലെ സീനിക് ഡ്രൈവാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് പോവാണ്. പെട്രോൾ പമ്പ് കണ്ടോ, ഒത്തിരി പഴയ ഒരു പമ്പാണെന്ന് തോന്നുന്നു. നമ്മൾ കാർഡൊക്കെ വെച്ച് പേ ചെയ്തിട്ട് നമ്മൾ തന്നെ പെട്രോളൊക്കെ അടിക്കണം. ഇതിൻ്റെ തൊട്ടടുത്തൊരു കോഫി ഷോപ്പുണ്ട്. ഞാൻ അവിടെ പോയൊരു കോഫി മേടിക്കട്ടെ. പുറത്തുനിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കോഫി ഷോപ്പ് പോലെയാണ് തോന്നിയത്. പക്ഷേ അകത്ത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. കുറച്ചധികം സ്നാക്സും. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒത്തിരി ഒരു എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമല്ലേ, ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്നാക്സും കോഫിയൊക്കെ മേടിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇത് ടെനാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണാണ്. ഒരു പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നമ്മൾ പക്ഷേ ഇവിടെ ഇന്ന് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഫ്രഷൊക്കെ ആകാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഈ നിർത്തിയപ്പോൾ അവിടെ തന്നെ നല്ലൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മിൽഫോർഡ് സൗണ്ടിലോട്ടുള്ള നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ഈ ഒരു ക്യൂൻസ് ടൗൺ മിൽഫോർഡ് സൗണ്ട് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ സമയം പോലെ നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് ഒരു ഡേ ഫുള്ളോ അല്ലെങ്കിൽ 2 ഡേയ്സോ ഒക്കെ കാണാനും എൻജോയ് ചെയ്യാനുമുള്ള അത്രയും അട്രാക്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ എഗ്ലിംഗ്ടൺ വാലി വ്യൂ പോയിന്റ് അവിടെ നിർത്തിയതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതിൻ്റെ ചുറ്റും മൗണ്ടൻസ് ആണ്. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഒരുപാട് ഭാഗം ഇങ്ങനെ വാലികളിൽ കൂടെയും അപ്പ് ഹിൽ ഡൗൺ ഹിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മളിങ്ങനെ മൗണ്ടൻസിൻ്റെ നടുക്ക് ഇത്രയും വിശാലമായൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. നമ്മളിങ്ങനെ ന്യൂസിലാൻഡിൽ വരുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മളിങ്ങനെ അതിനുവേണ്ടി ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമായിരുന്നു നമുക്കിതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ കുറേയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ എല്ലാം ഒരു റെപ്പറ്റേറ്റീവായി തോന്നുമോ എന്നൊക്കെ. പക്ഷേ ഓരോ വ്യൂസും ഓരോ രീതിയിൽ നമ്മുടെ കണ്ണും മനസ്സും നിറച്ചു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് നിർത്തിയിട്ട് ഇവിടെ നിർത്തണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. ഇതാണ് മിറർ ലേക്സ്. ഇത് എഗെയിൻ പോകുന്ന വഴിക്കാണ്. നമുക്ക് ജസ്റ്റ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു ലേക്കാണ്. ശരിക്കും ഈ ലേക്കിൽ ആ മൗണ്ടൻ്റെ കറക്റ്റ് റിഫ്ലക്ഷൻ വരും. അത്യാവശ്യം നല്ല രീതിയിൽ റിഫ്ലക്ഷൻ കാണാനും പറ്റി. പക്ഷേ അത് കണ്ടോ, ചെറിയൊരു പായൽ പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് റിഫ്ലക്ഷൻ കാണാൻ പറ്റിയില്ല. എന്നാലും ശരിക്കും ഒരു മിറർ പോലെ ആ ലേക്ക് മൗണ്ടനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ പോകുന്ന വഴി ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അതും ഒരു അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ എല്ലായിടത്തും തന്നെ വളരെ വൃത്തിയുള്ള, നമുക്ക് എപ്പോഴും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50 കിലോമീറ്റേഴ്സിലൊക്കെ തന്നെ എപ്പോഴും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇതാണ് ഫോൾസ് ക്രീക്ക്. ന്യൂസിലൻഡിൽ ഇതുപോലത്തെ ക്രീക്സിൻ്റെ ഒരു പ്രളയമാണെന്ന് പറയാം. നമ്മൾ എവിടെ നോക്കിയാലും ഇതുപോലത്തെ ചെറിയ ചെറിയ പുഴകളും അരുവികളും അതിൻ്റെ വെള്ളത്തിൻ്റെ കളറാണെങ്കിൽ ഈ ഒരു
ടീൽ ബ്ലൂ ആ ഒരു കളറാണ്. ഈ ക്രീക്കിനോട് ചേർന്ന് തന്നെയാണ് ഫോൾസ് ക്രീക്ക് ഫോൾസ്. ഈ ഫോൾസ് ഇങ്ങനെ ആ ഒരു ക്രീക്കിലോട്ട് അങ്ങനെ ചേർന്ന് പോവുകയാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇതായിരുന്നു നമ്മുടെ അടുത്ത വ്യൂ പോയിൻറ്റ്. ഇതാണ് മങ്കി ക്രീക്ക്. എഗെയിൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം, ചുറ്റിലും മൗണ്ടൻസ് ഒക്കെ ആയിട്ട്. നമ്മളിവിടെ വന്നപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു. പെട്ടെന്ന് 2-3 ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്ന് നല്ല തിരക്കായി. നമ്മൾ ഈ പോകുന്ന വഴിയിലുടനീളം ഒരുപാട് ഇതുപോലത്തെ ബസ് കാണാമായിരുന്നു. നമുക്ക് ഈ മിൽഫോർഡ് സൗണ്ടിലോട്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, നമുക്കത് ബുക്ക് ചെയ്തിട്ട് അതിൽ പോകാം. അപ്പോൾ നമ്മൾ ആ ഡ്രൈവ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് ആ ഒരു സീനറി പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് അങ്ങനെ പോകാം. നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ അവരാണെങ്കിലും എല്ലാ വ്യൂ പോയിൻറ്റ്സിലും തന്നെ നിർത്തി അതിനെക്കുറിച്ച് നല്ല നരേഷനൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഈ ബസ്സിൽ പോകുമ്പോഴും. ഇനി നമുക്ക് മിൽഫോർഡ് സൗണ്ടിലോട്ട് ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സാണുള്ളത്. ഈ ഒരു ലാസ്റ്റ് 40-50 കിലോമീറ്റേഴ്സാണ് ട്രൂലി ബ്രെത്ത് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഡ്രൈവ് തന്നെ നമ്മൾ ഈ ലോകത്തിലാണോ എന്ന് തോന്നും, അത്രയും മനോഹരമാണ്. നമ്മളൊരു 1000 വാട്ടർഫോൾസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ച ഈ ഒരു ഡ്രൈവിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ഹോമർ ടണൽ, ഗേറ്റ് വേ ടു മിൽഫോർഡ് സൗണ്ട് എന്നൊക്കെ പറയാം. ഇതൊരു 1 വേ ആണ്. ഡാരൻ മൗണ്ടൻസ് തുറന്നിട്ടാണ് ഈ ഒരു ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഈ ടണലിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോഴൊരു വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ്. ഇത് കുറച്ചുകൂടെ നല്ല മഴയുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും. ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു ഡ്രൈവായിരുന്നു ഈ മിൽഫോർഡ് സൗണ്ടിലോട്ടുള്ള യാത്ര. അതുപോലെ നമ്മളിവിടെ കാസം എന്ന് പറഞ്ഞിട്ട് ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. എഗെയിൻ നമ്മൾ ഈ ലോകത്ത് തന്നെയാണോ എന്ന് തോന്നുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു നമ്മൾ ആ ഒരു ഫോറസ്റ്റിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ. ഇതെല്ലാം ഫിയോഡ്ലാൻഡ് നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഈ ഫിയോഡ്ലാൻഡ് നാഷണൽ പാർക്ക് യുനെസ്കോ റെക്കഗ്നൈസ്ഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇതൊരു 15-20 മിനിറ്റ്സ് എടുക്കുന്ന ചെറിയൊരു വോക്കാണ്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റിലോട്ട് കയറി കഴിയുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. ഈ മരങ്ങളിലെല്ലാം നിറച്ച് പായലാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. പിന്നെ നമ്മളങ്ങ് കയറുമ്പോൾ വല്ലാത്തൊരു കാംനെസ്സും നല്ലൊരു ഫീൽ ഗുഡ് ക്വയറ്റ് കാം വോക്കായിരുന്നു. ഇവിടുന്ന് മിൽഫോർഡ് സൗണ്ടിലോട്ട് ഇനിയൊരു 20 മിനിറ്റ്സ് ആണുള്ളത്. അപ്പോൾ മിൽഫോർഡ് സൗണ്ടിൽ നമ്മളൊരു സീനിക് ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് 4 PM സ്ലോട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു 3 മണിയോട് അടുപ്പിച്ച് നമ്മളിവിടെ എത്തി. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചത്. ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു. ഈ പറയുമ്പോൾ അത്യാവശ്യം സാൻഡ്വിച്ചും റാപ്പും ബർഗറും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ്സ് വോക്കുണ്ട് നമ്മുടെ സീനിക് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട്. നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു, ബാക്കി നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കമ്പനീസിൻ്റെ ക്രൂയിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മിൽഫോർഡ് സൗണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീനിക് ക്രൂയിസാണ്. അതുപോലെ ഹെലികോപ്റ്റർ റൈഡ്സും ഭയങ്കര പോപ്പുലറാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവും ആണ്. മിൽഫോർഡ് സൗണ്ട് ശരിക്കും ഒരു ലേക്കല്ല, ഇതിന് ഫിയോഡ് എന്നാണ് പറയുക. ഫിയോഡ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഈ ഗ്ലേഷ്യർ ഇങ്ങനെ കടൽ വരെ കണക്റ്റഡ് ആയിരുന്നു. പിന്നീട് ഗ്ലേഷ്യർ ഇല്ലാണ്ടായപ്പോൾ ആ സ്ഥലത്തോട്ട് കടൽ വെള്ളം ഇങ്ങനെ ലൈക്ക് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് നടന്നൊരു പ്രോസസ്സാണ്. ആൻഡ് അങ്ങനെ ആ കടൽ വെള്ളം കയറിയാണ് ഈ ഒരു ഫിയോഡ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ 2 സൈഡിലും വലിയ മലനിരകളാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വാട്ടർഫോൾസ് കാണാൻ പറ്റും. മിൽഫോർഡ് സൗണ്ടിൻ്റെ പ്രത്യേകതകളെ പറ്റി ഈ ഒരു യാത്രയിലുടനീളം അവരൊരു നരേഷൻ പോലെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി നമ്മളെ നനയിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളുമായിരുന്നു മിൽഫോർഡ് സൗണ്ട്.
ക്രൂയിസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി തിരിച്ചു പോവാണ്. നമ്മളിന്ന് ടിയാനാവു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് മിൽഫോർഡ് സൗണ്ടിൽ നിന്നും 2 മണിക്കൂർ ഡ്രൈവാണ്. 6 മണി കഴിഞ്ഞ് നമ്മുടെ ക്രൂയിസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി. ഇത് നമ്മൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലസൻറ്റ് സ്റ്റേ ആയിരുന്നു. ഇതിൻ്റെ ഓണർ ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പുറത്തും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിച്ചൺ അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ, ലിവിങ് റൂം, 2 നല്ല ബെഡ്റൂം, അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെനാവുവിൻ്റെ അടുത്താണ് ഈ ഒരു അക്കോമഡേഷൻ. നമ്മൾ പിന്നെ ചെക്കിനൊക്കെ ചെയ്ത് ടൗണിൽ പോയി അത്യാവശ്യം വേണ്ട ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇവിടെ ഫ്രഷ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളി ഗ്രോസറി ഷോപ്പായിരുന്നു. ഇഷ്ടം പോലെ സാധനങ്ങളും വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിരുന്നു. മാരിനേറ്റഡ് ചിക്കൻ, ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് മാരിനേറ്റഡ് ചിക്കനൊക്കെ മേടിച്ച് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സിമ്പിളായിട്ട് കുറച്ച് വൈറ്റ് റൈസും ഉണ്ട്, ചോറും വെച്ച് തൈരുണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് ഡേ 5 വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.